ഒരു ടി വി വാങ്ങിക്കാൻ വേണ്ടി വന്നാണ്. ഒരു ടി വി, ഒരു വാഷിംഗ് മെഷീൻ. ആർക്കൊക്കെയാന്ന് പറഞ്ഞുതരാം. ഞങ്ങൾക്ക് കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. കണ്ണ പേരേ ഉള്ളൂ, നിന്റെ സാധനം എന്തിട്ടില്ല എനിക്കാണേ. രണ്ടുപേരോടും പറയാം. നമ്മുടെ വണ്ടി നിറച്ച് സാധനമായി. ഡിക്കിയിലെ വാഷിംഗ് മെഷീൻ, വണ്ടിയിൽ ടി വി, പിന്നെ ഒരു അയൺ ബോക്സ്, ഒരു പാത്രം കൂടെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ അയൺ ബോക്സ് ഇവിടെ ഇല്ല. അയൺ ബോക്സ് ഇവിടുത്തെ ചീത്തയായത്, കല്യാണ സമയത്ത് ചീത്തയായത്. അപ്പം അമ്മ പറഞ്ഞായിരുന്നു ഒരെണ്ണം മേടിക്കണമെന്ന്. അമ്മയുടെ വാഷിംഗ് മെഷീൻ, അതെ അയൺ ബോക്സ് 400 രൂപ. അമ്മയുടെ വാഷിംഗ് മെഷീൻ ചീത്തയായിട്ട് എത്ര കാലമായെന്നറിയാമോ? എന്നൊട്ടും മേടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. ഓണത്തിന് മുന്നേ ശരിയായില്ലായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് റെഡിയായത്. ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് 1000 രൂപ കുറച്ച്. അല്ലാണ്ട് തന്നെ വിലക്കുറവുണ്ട് ഇപ്പോൾ കേട്ടോ. പ്രൊമോഷൻ അല്ല, കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദേവനന്ദയുടെ വീട്ടിലോട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, അന്ന് നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് പരിചയപ്പെട്ട നമ്മുടെ കൊച്ചില്ലേ, അവളെ ടി വി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അവധിയും കൂടെ അല്ലേ, ടി വി കാണാൻ ഓരോ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇത് അവൾ അടങ്ങിയിരിക്കത്തില്ലല്ലോ, അങ്ങനെയാണല്ലോ നേച്ചർ. അപ്പോൾ അതിൻ്റെ അമ്മ ഓരോ വീട്ടിൽ നിന്നും പോയി പിടിച്ചോണ്ട് വരുന്നുണ്ട്. ടി വി കാണാൻ ഭയങ്കര കരച്ചിൽ. ഞാൻ അമ്മേനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് ടി വി കാണാൻ കരച്ചിലാണ്. അപ്പോൾ അവരെവിടുന്ന് ഒരു പഴയ ടി വി മേടിച്ച് നോക്കി. പക്ഷേ അത് 2-3 ദിവസം ഓടി. ചെറിയ പൈസയ്ക്ക് പഴയ ടി വി മേടിച്ചത്, അത് വർക്കാവുന്നില്ല, അത് കേടായി. അപ്പോൾ ഇവളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഓർത്തെന്ന ഒരു ടി വി വാങ്ങിച്ചു കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ ഒരു ചെറിയ ടി വി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൊണ്ടു കൊടുക്കാം. നമ്മൾ പോകുന്നത് പുത്തൂർ വയലില്ലേ, പുത്തൂർ വയൽ. പിന്നെ അതുപോലെ കൊച്ചിൻ്റെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ കാര്യം നമ്മൾ വയനാട്ടിൽ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് ഒരു 5 സെൻറ്റ് സ്ഥലം ശരിയായിരുന്നു. പക്ഷെ അവർക്ക് ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും അടുത്തറിയാവുന്നവരും ബന്ധുക്കളും ഉള്ളത് ഈ വയനാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റത്തില്ല കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കാനും ഉണ്ട്, അടുത്ത് സ്പെഷ്യൽ സ്കൂളും ഉണ്ട്. അതുകൊണ്ട് കൊല്ലത്തേക്കുള്ള ആ ഒരു പോക്ക് നടക്കൂല. നമ്മൾ വയനാട്ടിൽ തന്നെ വീണ്ടും സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടാത്തത് കൊണ്ടാണ്. പിന്നെ വീട് വെക്കാനോ സ്ഥലം വാങ്ങിക്കാനോ താമസിച്ചാൽ പോലും നമ്മളാലാവുന്ന പോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. മതിയോടാ ചാച്ചു. ഞങ്ങളങ്ങനെ വീണ്ടും കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടി നിറഞ്ഞ് സീതത്തോട്ട് ചെയ്യുന്ന പോലെ ഒരു ഗ്രില്ലിൻ്റെ പരിപാടി വീട്ടിൽ ചെയ്യണമെന്നൊരു പ്ലാൻ. ചാച്ചനെയും അമ്മയും ഉഷമ്മേനെയും എല്ലാം അവിടെ കൂട്ടി. ഉഷമ്മ എപ്പോൾ വരും കുഞ്ഞാ? അയ്യോ അപ്പം ഇന്നില്ല, ഇന്നാണല്ലോ അച്ഛൻ ഉണ്ടായിരുന്നു. ഒരു ഉഷയമ്മയുണ്ട്, എല്ലാവരുടെ പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉഷയമ്മയെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോവാം. കണ്ണൻ പോകുന്നവരെ ചിലപ്പോൾ അത് കഴിഞ്ഞും ഉഷയമ്മ സീതത്തോടുണ്ടാവും. സുലോമയ്ക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് വരുന്നതാണ്. സുലോമയ്ക്ക് കുറേ നേരം വർത്താനം പറയാൻ ആളില്ലാത്തതാണ് സുലോമയുടെ പ്രധാന പ്രശ്നം. അപ്പോൾ ഉഷയമ്മ ഉണ്ടെങ്കിൽ രണ്ടുപേരും നിർത്താണ്ട് വർത്താനം പറഞ്ഞോളൂ. വർത്താനം പറച്ചിലും പിന്നെ അമ്മയുടെ പ്രശ്നങ്ങളെല്ലാം സുലോമ കേട്ടോണ്ടിരിക്കും, അല്ല ഉഷയമ്മ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളെത്തി. ഈ വഴിയേ കയറി പോകുന്നിടത്താ വീട്. നല്ല കഥക്കാണേ, എന്നിട്ട് നല്ല ചേറ് പിടിച്ച് പോവോ അല്ലേ അതിന്റെ ഇതോടെ. അങ്ങനെ അത് തന്നെ. പ്ലഗ് അതിന്റെ കേബിൾ ഉണ്ടാവും. കേബിള് സ്കൂളിൽ പോകണ്ടേ? ഇതിലില്ലടാ, കേബിളില്ലടാ. അതിന്റെ ഗ്യാരണ്ടി പേപ്പർ അടുത്ത ദിവസം. സന്തോഷമായോ? എവിടെ? ഓ എടാ, നീ പോലീസാണ്. പോലീസ് വന്നില്ല. പോലീസ് അവിടെ അന്ന് കിട്ടും. പോലീസ് പഠിക്കാൻ പോയി. ഓർമ്മയുണ്ട്. ആ അതിത് നാളെയോ? നാളെ പോയിട്ട് അത് അമ്മ നാളെ ബൈക്ക് പോവല്ലോ.
അപ്പൊ അങ്ങോട്ട് വൈകി വരുമ്പോ ആ അപ്പൊ ഞാനില്ലേ അപ്പൊ ഞാൻ നേരത്തെ ഞാനേ ആ നേരത്തെ വരുമോ ആ അവല്ലേ പാത്രം കഴിഞ്ഞ് ലോകം കഴിഞ്ഞിട്ട് പതിക്കോ പഠിക്കുവോ ആ പതിച്ച് കഴിഞ്ഞിട്ട് ആ ചായ കുടിക്കോ ആ ബിസ്ക്കറ്റ് ചായ കുടിക്കോ ആ. സ്കൂളിൽ നിന്ന് ആ കിട്ടുമല്ലോ ഈ ഉച്ചക്ക് ചോറും കറി കഴിച്ച് കഴിഞ്ഞിട്ട് അത് ദേശീയക്കാർ തുടങ്ങി വീട്ടിൽ പോയി ആണോ ഓണസദ്യ ഉണ്ടോ ആ ബിരിയാണി വെക്കും ബിരിയാണി വെച്ചെന്നോ ബിരിയാണി വെക്കും ടീച്ചർ എന്താ പറയുന്നു ടീച്ചർ സുഖമായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നോ ടി വി ഇഷ്ടപ്പെട്ടോ ആ ഇസൊക്കെ പറ്റൂ ഷോക്കായിരുന്നു ഷോക്കായി പോയോ ഷോ അറിയായിരുന്നോ ഞാനിന്ന് വരുമെന്ന് ആ അറിയായിരുന്നു സുന്ദരി ആയല്ലേ വിളിച്ച് അത് പൂക്കളൊക്കെ ഇട്ടായിരുന്നു ഇവിടെ ആ ഇട്ടിരുന്നു ഇട്ടിരുന്നോ അത് മാറ്റി മാറ്റിയോ ആ ഓരോ കഴിഞ്ഞല്ല അത് ശരിയല്ലേ ഓണം കഴിഞ്ഞായിരുന്ന ഞാൻ ഓർത്തില്ല അടുത്ത വെള്ളിയാഴ്ച ഓണം വെക്കും ഇനിയും വെള്ളിയാഴ്ച ഓണം വെക്കും ഓണം കഴിഞ്ഞ് ഇനി അടുത്ത വർഷമേ ഉള്ളൂ അടുത്ത ദിവസം വെക്കുന്നല്ല ഓണം. അടുത്ത ദിവസം വെക്കൂല വെക്കില്ല ആണോ ഇപ്പോഴല്ലേ ആ അച്ഛൻ പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ വീട്ടിൽ വരും ഒരു അച്ഛൻ ആ എന്നിട്ട് അമ്മ ചായ വെക്കും അച്ഛൻ വേണ്ടൂല ആഹാ 4000 രൂപയ്ക്ക് ഇച്ചിരി പൈസ കൊണ്ടാണ് പുതിയത് മേടിക്കാറുണ്ട് അല്ല ഇവളിങ്ങനെ കരഞ്ഞു പറയണോണ്ട് എനിക്ക് ഭയങ്കര വിഷമം അപ്പൊ പിന്നെ സ്കൂൾ കൂട്ടിയത് അത് തന്നെ പറ്റിക്കാൻ ഇറങ്ങി ഈ സമയത്തൊക്കെ പറ്റിക്കുന്ന ആൾക്കാർ അല്ല എല്ലാ പൈസ ഉണ്ടെങ്കിൽ പിന്നെ തരക്കേടില്ല ഇല്ലാത്ത പൈസ റിമോട്ടിന് ബാറ്ററി ഇല്ല കണക്ഷൻ ചെയ്യാനുള്ള ആളെ വിളിച്ചാൽ വരത്തില്ലേ അല്ല അത് കുത്താൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല ആണോ ഇത് 3ന്റെ കേബിൾ ഇത് HDMI കേബിൾ അറിയില്ല. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണു 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 ആ ചേട്ടൻ്റെ പേര് കുഞ്ഞാ. ഞങ്ങൾ അവിടെ വീട്ടിലെ കൊച്ചു ആവയാ ഇതെന്താ ബിസിയാ അങ്ങ് ദേ ഒരെണ്ണം ഒളിച്ചിരിക്കുന്നു എടാ എന്തേലും ഒന്ന് പറയടാ എന്തേലും ഒന്ന് പറയടാ തല്ലൊക്കെ ചെയ്യും തല്ലുവോ ആ എന്നോട് കഴിഞ്ഞ തവണ പറഞ്ഞവൻ തല്ലുവെന്ന് പക്ഷെ ഓളില്ലേ ആ ഓളെന്തോ മേക്കപ്പ് ബോസൊക്കെ ഇല്ലേ ആ ബോസ് ഇതൊക്കെ ഇല്ലേ ആ മേക്കപ്പ് ആ അതൊക്കെ ഓളിക്കും ചെയ്യും ഓളിസ്കുവോ ഓളെന്ത് ചെയ്യും ഓള് ഇതുക്കും ചെയ്യും എടുക്കുവോ ആ പൊപ്പിക്കും ചെയ്യും ആണോടി കൊച്ചിൻ്റെ ഇതൊക്കെ നീ എടുത്തോ മേക്കപ്പൊക്കെ ഓളുടെ കാര്യമായിട്ട് ഏതാണ്ടൊക്കെ ഉണ്ട് നീ ആ കാണാമല്ലോ നോക്കിയാൽ മതി ആ എടുത്തിട്ട് വാ മേക്കപ്പൊക്കെ ഇടുന്ന ആളാട്ടോ വെച്ചോ. ഇതില് മറ്റേ ബിങ്കോ ഉണ്ട്. ഇതൊക്കെ എടുത്തോ ഇതൊക്കെ വാങ്ങിയതാ ആണോ ഇത് തുറന്നു വെച്ചല്ലേ ആ ഇത് നമുക്ക് ഇതൊക്കെ പഠിച്ചു ആ ആ സുഖം വരും നല്ല സുഖം വരും അല്ലേ സുന്ദരിയായി അത് വെച്ചപ്പോ എപ്പോഴും ഒരു മേക്കപ്പ് സെറ്റ് വേണം ഞാൻ മേക്കപ്പ് സെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് മേടിച്ചെടുത്താണോ ഇപ്പൊ ഇതുകൂടെ സഹായ കളിക്കാതെ ഇപ്പൊ ഇരിക്കില്ലേ ഒരിട്ട് കഴിഞ്ഞാലില്ലേ ഒട്ടിക്ക് ഇല്ലേ പിന്നെ ചോദിച്ചിട്ട് എടുത്തോ അതില്ലേ ചേക്കാതെ നിൽക്കൂ ചോദിക്കണ്ടെടുക്കുവോ ആ ആ എന്നെ പരിപാടിയാ ചിഞ്ചു നീ കാണിച്ചേ ഓളെ എൻ്റെ അടുത്ത് പറഞ്ഞെടുക്കാനേ അപ്പൊ ഞാൻ അവള് പറഞ്ഞിട്ടാണ് എന്നെ ഒന്ന് ഒരുക്കി ഞാൻ സുന്ദരിയാവുന്നു ഇത് വെളുക്കൂല ഇതൊക്കെ അല്ലേ ഇതിങ്ങനെ വെളുങ്ങും വെളുങ്ങോ എന്നാ നിന്നെ ഒന്ന് വെളുങ്ങിച്ച് ഒന്ന് വെളിങ്ങിക്ക് ഒന്ന് മേക്കപ്പ് ചെയ്തേക്ക് ചേച്ചീനെ. ഇത് വാങ്ങിയതാ കമ്മല് വാങ്ങിയതാ ആ എവിടുന്ന് വാങ്ങി ചേട്ടാ മാറ്റാ എവിടുന്ന് വാങ്ങി എവിടെ നടാ വെച്ചേ ചേട്ടൻ വാങ്ങി തന്നു. കടയുടെ പേര് പറയടാ പേര് പോലും അറിയത്തില്ല 3ാം ക്ലാസ് പഠിക്കില്ലേ അതെ 3ാം ക്ലാസ്സിലല്ല നീ പഠിക്കുന്നത്. ഓർത്ത് വെച്ചൂടെ കുഞ്ഞാ ആ അതൊന്നും വാങ്ങിയതാ നിനക്കറിയാവോ ആർക്കറിയാം ഞങ്ങൾ പോയി കഴിച്ചു ആണോ കമ്മല് വാങ്ങി അതെന്താ ചക്ക കഴിക്കുക അതിങ്ങ തന്നേ. ഇവിടെ വെച്ചോ അല്ലേ ഇവിടെ വെച്ചോ നമ്മൾ പോയിക്കോളാം
നല്ല ചക്ക നമുക്ക് കഴിച്ചോ, നമുക്കിന്ന് മതിയല്ലേ, നീ കഴിച്ചോ. അവക്കോട് ഈ സമയത്തും ചക്ക ഉണ്ടല്ലേ. ഞാൻ നിങ്ങൾ വരുന്ന പറഞ്ഞിട്ട് അവിടെ പോയി പെറുക്കിട്ട് വന്നത്. നമ്മൾ ചക്കയുടെ ആളാണ്. ഇടക്കിടക്ക് പറയണ്ട, അറിയാം എൻ്റെ അടുത്ത് പോയി. പരാതിയാ. ആണോ? ഇപ്പൊ എല്ലാത്തിനും പരാതിയാ. ആർക്കിവനോ? ആ ഇവിടെ നീ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തോണ്ട് പോകുന്ന പറഞ്ഞു കേട്ട്, ശരിയാണോ? ഇപ്പൊ സെന്ററിലും ഇത്രത്തോളം. ഓ ഈ ലിപ്സ്റ്റിക് ആരിട്ടാ? ഈ ലിപ്സ്റ്റിക് ആണോ ഇടുന്നേ? ഇടക്കിടാറുണ്ട്, സമയം കിട്ടുമ്പോ ഇടാ. ഞങ്ങള് പെണ്ണുങ്ങൾ. ഓനക്ക് ആളുകളല്ലേ ഇട്ടിരുന്നുണ്ട്. എന്നിട്ടില്ലേ ആളുകൾ ആളുകൾ ഇതു ഇട്ടിരുന്നു. മേക്കപ്പ് ഇല്ലേ ആളുകൾ ഇതു. ഇവൾക്ക് ഒരു അച്ഛ ഒരു ദിവസം സ്പ്രേ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം അടിച്ചു അതില്ലേ ഇവല്ലേ ഇവള് പകുതി ഓർത്ത് വീശും ചെയ്യും. വേറെ അതിൽ ഒരു കവറിന്റെ അടിയിൽ കുറെ ബലൂൺ കിടക്കണം, എടുത്തിട്ടോ. നമുക്ക് ബലൂൺ കിടക്കില്ല. ആ ബലൂൺ ഉണ്ട് അതില്. ബലൂൺ ഇഷ്ടമാണോ? ബലൂൺ ഇഷ്ടമാണോ? അതൊക്കെ ഇച്ചാണ് പക്ഷേ വാങ്ങിച്ചിരിക്കില്ല. എനിക്കറിയായിരുന്നു കൊച്ചിന് ഇഷ്ടം. അതൊരു ചക്ക തരട്ടെ? ഞാൻ കഴിച്ചു കഴിച്ചോ? കഴിച്ചു. ഇല്ലെങ്കിൽ കുരു എന്റെ അമ്മയ്ക്ക് അറിയാം എനിക്ക് ചക്ക ഇഷ്ടം. കുരു വേണ്ട. അത് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാല്ലേ? കേരളം മുട്ട അറിയാൻ തോന്നുന്നു. കുരു വേണ്ട മാത്രം. മാത്രം വേണോ? അപ്പൊ നാളെ സ്കൂൾ നോക്കും. അതെ, അടുത്ത വെള്ളിയാഴ്ച ഓണം ആക്കിയെന്നുള്ളു. പതുക്കിയൊക്കെ വേണം. താല്പര്യം ഇല്ലല്ലേ? പോവാൻ മതിയാ. വലിയ താല്പര്യം ഇല്ല. കഴിച്ചു അടിയാവല്ലേ? അതെയോ? ഞാനിങ്ങക്ക് വേണോന്ന് അറിയില്ല, അവർ രണ്ടെണ്ണം എടുത്തിട്ട് വരാന്ന് വിചാരിച്ചു. ആ ഞാൻ കഴിച്ചില്ലെങ്കിൽ വെച്ചിട്ട് ഒന്നെടുത്ത് ഉള്ള വന്നാക്കി ഞങ്ങൾ അവിടെ കൊറേ നോക്കി ചക്ക. ചൂട് നോക്കണേ. ആ സ്കൂളിൽ വീഴാൻ പോകുന്നുണ്ട്. സോമം ഇരിക്കോ? ആ കസ വളഞ്ഞു പോകുന്നുണ്ട്. ആണോ? എനിക്ക് തോന്നി ഞാൻ എന്റെ വീട്ടിലോന്ന് പറയും നമ്മളത് സീരി വെക്കാൻ കൂലിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഓ കച്ചറ കൂടി അവള് പറഞ്ഞു കൊടുക്കുന്നു. ആരെടുത്ത്? സിഞ്ചു ചിഞ്ചു ഇത് പൊട്ടിപ്പോയി വല്ലാത്ത സങ്കടമായിരിക്കും. ഏത്? ഇത് അല്ല, അത് അല്ലേലും അതില് കുത്താൻ കഴിയില്ല. അത് കുത്താൻ പറ്റില്ല. കയ്യിലുണ്ടായിരുന്നു. കൈ കയ്യിലെന്താ? അവള് കടിക്കുന്ന. ആണോ? അവള് കടിക്കുന്ന. അവിടെ തന്നെയാണോ അടിക്കുന്നത്? അവള് കടിച്ച് 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 അങ്ങനെ ആവുന്ന. ചൂട് നോക്കണേ. ആ അത് കുഴപ്പമില്ല. പൊന്നെ ചായ കുടിക്കണം. പോണോ? അയ്യോ എന്താ? കൂട്ടത്തിൽ ഏറ്റവും പാവാരാ? ഞാൻ ശരിയാട്ടോ. കൂട്ടത്തിൽ ഏറ്റവും പാവാളാ. ഓൾക്ക് ഫ്രണ്ടുണ്ട്. ഫ്രണ്ടുണ്ടോ? പിന്നെ സിഫ ചേച്ചി, ചേച്ചി, അസിതൊന്ന് വന്നിട്ടൊക്കെ ചെയ്യും. ആണോ? അസുഖമൊന്നുള്ളൂ. പാർട്ടി ഇത് യോഗ ചെയ്തിട്ട് യോഗ ചെയ്ത് ലോക സിനിമ എന്നിട്ട് ഒരു പേർക്ക് ചായ ബിസ്ക്കറ്റ് ചായ ബിസ്ക്കറ്റും കിട്ടും. എന്നിട്ട് അവിടുന്ന് ചോറ് കഴിച്ച് ദേശീയനായി പിന്നെ വീട്ടിൽ പോകുന്നത് നേരെ സ്കൂളിൽ പോകണം. പിന്നെ സ്കൂളിൽ പോകണം അല്ലേ? കഷ്ടപ്പാടാ. ദിവസം സ്കൂളിലൊക്കെ പോകണം അല്ലേ? ആഴ്ച 2 ദിവസം മതിയില്ല സ്കൂൾ ശരിക്കും. ആഴ്ച 2 ദിവസം തന്നെ പോയാൽ മതി, ബാക്കിയുള്ള ദിവസം ഫ്രീ. ഇവിടെ ഇരിക്കാൻ സമ്മതിക്കൂലെന്ന്. ശരിയല്ലേ? 10 ദിവസം ലീവ് ഇന്നില്ല. ഓണാവധി കഴിഞ്ഞു. നമുക്ക് വേണേ ടീച്ചറിനോട് പറയാം, ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ആക്കി ബാക്കിയുള്ള ദിവസം വീട്ടിലിരിക്കണം പറ്റണം. സന്തോഷാവോ? ചോദിക്കാട്ടോ വേണമെങ്കിൽ. ടീച്ചറോ? ടീച്ചറാണോ ടീച്ചറാണോ അപ്പൊ ക്ലാസ് നോക്കുന്നത് ഈ ആഴ്ച മൊത്തം? ടീച്ചറാണല്ലോ.
ടീച്ചറിനോട് പറഞ്ഞാൽ മതി, ടീച്ചർ ഇത്രയും ദിവസമൊന്നും ക്ലാസ് വേണ്ട, എനിക്കെല്ലാം അറിയാം, കുറച്ച് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് ടീച്ചർ പറഞ്ഞിട്ട് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതെ, അവരെ കുറച്ച് ഹോംവർക്ക് ഇല്ല, ഹോംവർക്ക് ഇപ്പൊ എന്തോ ഹോംവർക്ക് ചെയ്തേ? ഇപ്പൊ ഞാനില്ലേ ഇപ്പൊ സ്കൂളിൽ ഹോംവർക്ക് വരും, അത് ഞാൻ വീട്ടിൽ നിന്ന് പകല് മുട്ടിട്ട് അത് ചെയ്യും. പകലും ഇവിടെ ഇരുന്ന് പറയാൻ ഒന്നും വേണ്ടെന്ന്. സ്കൂളൊക്കെ കാശത്തില്ലേ കൊമ്പും വളർത്തുന്നു. ഒറ്റ ശ്വാസത്തിൽ വരുമ്പോ എല്ലാ കഥ എന്നോട് പറയും. 9 മാർക്കുണ്ട്. അതെനിക്കറിയാമോ? ആ ഇവളുടെ കാര്യം എനിക്കറിയണ്ടേ, ഇവളെ ആവശ്യമില്ല. എപ്പോഴില്ലേ മൊബൈൽ കാണുമ്പില്ലേ, മൊബൈൽ കാണാൻ എന്താക്കുന്നറിയോ, ഇങ്ങനെ തോന്നും. പിന്നെ എന്താക്കോ ഒരു തോന്നിയില്ലേ, കാഴ്ച നിൽക്കും, തോന്നിയെ കാഴ്ച നിൽക്കൂലല്ലോ. അപ്പൊ നേരത്തിന് അച്ഛന് കൊണ്ടുനിൽക്കും. പിന്നെ അച്ഛന് കഴിയുന്നേ അപ്പൊ അമ്മോട് കൊണ്ടുനിൽക്കും, അമ്മോട് തല്ലു ചെറുതാക്കുക. അമ്മ തല്ലുമ്പോഴാണോ സോൾവ് ആവുന്നത്? അപ്പൊ ഇത് തോന്നും ചെയ്യും എപ്പോഴും തോന്നും. ആണോ? ചോദിച്ചേക്കോ അടുത്ത് ആണോടി? എപ്പോഴും ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുവോ? ഞാൻ രാത്രി ഫുള്ള് 12 മണി. ആണോ? അത് ശരിക്കാണ്, പക്ഷേ അത് സാധനം മാച്ചു ചുരുക്കി പറഞ്ഞ ഒടിങ്ങനെ തോന്നും. ഞാനും 9 മണിയാകുമ്പത്തിന് പറഞ്ഞു. ഇത് രാത്രി അമ്മ ഫോൺ കാണുന്നുണ്ട്. ഓളന്നെ രാവിലെ പൊളിച്ചൊക്കെ നീച്ചിട്ട് രാവിലെ പൊളിച്ചൊക്കെ ടീച്ചറൊക്കെ കണ്ടേ. അത് അച്ഛന് ഫോൺ എന്നെയും കൂടി വിളിച്ച് നിർത്തിയിട്ട് വിളിച്ച് ഞാൻ കഴിഞ്ഞ വിളിച്ച് എന്നെ വിളിച്ചിട്ട് നീപ്പിച്ചിട്ട് ഓളിനെ അമ്മന്റെ ഫോണിന് മെല്ലെ എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നു. അതിന്റെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അമ്മേന്റെ അടുത്ത് പോയി പറയല്ലേ? എന്നിട്ടില്ലേ ഓള് എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞെടുത്ത്. അപ്പൊ അച്ഛൻ ഇതൊക്കെ ഞാൻ ചെയ്തു. ഹോംവർക്ക് ചെയ്ത് ആണോ? 10 മാർക്കുണ്ട്. Monday, Tuesday, Friday, Wednesday, Thursday, Friday. അപ്പൊ സാറ്റർഡേ ഉണ്ട്. മാർക്ക് കിട്ടോ നീയാ? അല്ല, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. മാർക്ക് കിട്ടോ? ആരാ ഇത്? ഇതാരാ എഴുതിയ? 10ന് 10. 10ന് 0 ആയി. പക്ഷേ ഇതെന്തോ വായിക്കുക എനിക്ക് അറിയുന്നില്ല. ഇത് ഈശ്വര പ്രാർത്ഥനയാണ്. ഇതോ? എന്റെ പേര് അല്ല, എന്റെ പേരെന്തുവാ? ഇത് സീനത്ത്. എന്റെ പേര്. മോന്റെ പേരെന്താ? എന്റെ പേര് പേരെന്തുവാ? സീനന്ദ. കറക്റ്റ് നോക്കി വായിച്ചു. സീനന്ദ. അച്ഛന്റെ പേര്. ആള് കയറി മുന്നിരിപ്പുണ്ട്. നമുക്ക് ഓട്ടോയ്ക്ക് പോവാ. ഡോറ് തുറന്നോളാം. നമുക്ക് 2 പേർ കൂടി ഇവിടെ ഇരിക്കാം അല്ലേ? അതായത് ഇവളുടെ അനിയൻ പഠിക്കുന്ന സ്കൂള് ഒരു എസ്റ്റേറ്റിലാണ് ഉള്ളത്. പക്ഷേ ഈ സ്കൂളിൽ വെള്ളമില്ല. അപ്പോൾ വേണ്ടപ്പെട്ട ആളുകളായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു. അവരപ്പോൾ ചോദിച്ചായിരുന്നു നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ആരെങ്കിലും വയനാട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അവരെ സഹായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ചെറിയൊരു സ്കൂളാണ്, 4ാം ക്ലാസ് വരെ ഉള്ളൂ. ഇവിടെ എന്നാ കാറെല്ലാം കയറ്റിയാലോ? നമുക്ക് ഇവിടെ മുന്നിരുത്തിയാലോ? പാവമല്ലേ അവള്? പാവമല്ലേ? എന്നാ അവളെ കൂടെ ഇരുത്തിയാലോ? അവളെ കാറ കയറ്റണ്ട. എന്തോടി എത്ര ഗുണ്ടായിസം ചെയ്തേ? എന്നാ അങ്ങോട്ട് പോകുമ്പോൾ മോള് ഇവിടെ ഇരിക്കും ശ്രീനന്ദ. തിരിച്ചു വരുമ്പോ ഇവളെ കാറ ഇരുത്താം. പിടിക്കുക. ആണോ? നമ്മളെവിടെ പോവാന്ന് പറ. ഞങ്ങള് സ്കൂളിൽ പോവാണ്. ആരുടെ സ്കൂളിലാണ് പോകുന്നത്? സ്കൂളിൽ പോവാത്. അത് കഴിഞ്ഞ് അത് എന്റെ സ്കൂളിൽ പോകും. നമുക്ക് മോളുടെ സ്കൂളിൽ പോവാട്ടോ. കുട്ടികൾക്ക് ചെളിയാവും, മഴയായത് ഭയങ്കര ചെളിയാവും. ഇന്റർലോക്ക് ഇടാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് പൈസന്റെ കുറവുണ്ട്.
ആ അപ്പം പൂർവ്വ വിദ്യാർത്ഥിയാ സ്കൂളിൽ പോയിട്ട് ആണോ? സ്കൂളിൽ പോയിട്ട് ആ മുമ്പ് ഇന്ന് നമ്മള് ആ സ്കൂളിൽ കാണാൻ വന്നതാണ്. ആ ആ നമ്മള് ആ നമ്മള് ആ വെള്ളമില്ല അക്കന്ന് കിണറിന് വെള്ളം വെച്ചിട്ട് മെല്ലെ വെള്ളം വച്ചിട്ട് നമുക്ക് വെള്ളമില്ല, അതുകൊണ്ടൊരു കിണർ വേണം. നമുക്ക് വെള്ളമില്ല, കിണർ വേണം. ആ അപ്പോൾ വെള്ളം എത്തിക്കാൻ പ്രയാസമാണ്. ആ കുപ്പി വീട്ടിൽ പോയി കുപ്പി വെള്ളമാക്കിയിട്ട് സ്കൂളിൽ കുടിക്കണം. ആ എന്നിട്ട് ആ നമ്മൾ കണ്ടിട്ട് വെള്ളം കുടിച്ചിട്ട് വെള്ളമില്ല വെള്ളം കഴിവൊക്കെ സഹായിക്കണം. ആ ആ എല്ലാവരും കഴിവത് സഹായിക്കണമെന്ന് കേട്ടോ. നിലവിൽ അവരുടെ കിണർ ഫുള്ളും ആദ്യം മലിനമാക്കി ഈ കിടക്കുന്ന കുളം ഇങ്ങനെ തന്നെയുള്ള കാണാലോ.